നമസ്കാരം. പാലക്കാട് ഹമാസ് അനുകൂല ഘോഷയാത്ര നടന്നത് ആരും മറക്കാനിടയില്ല. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ ആരും വെച്ചു പൊറുപ്പിക്കില്ല. എന്തായാലും സംഭവത്തെക്കുറിച്ച് കേന്ദ്രത്തിന്റെ ഇടപെടലോടെ NIA അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നിട്ട് വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അത് CPM പാർട്ടി കോൺഗ്രസിൽ മുസ്ലിം പ്രീണനം അതിശക്തമായി തുടരാനുള്ള തീരുമാനവുമായി പാർട്ടി പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമെന്ന് പ്രഖ്യാപിച്ച് ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾ വരെ ധരിക്കുന്ന ഖബിയ അണിഞ്ഞ് കഴിഞ്ഞ ദിവസം പ്രതിനിധികൾ സമ്മേളനത്തിലെത്തിയത്. സമ്മേളനത്തിൽ ഡൗൺ ഡൗൺ സയനിസം എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തു. മുൻകാലങ്ങളിലും ഇത്തരം മുസ്ലിം പ്രീണന നിലപാടുകൾ CPM സ്വീകരിക്കാറുണ്ടായിരുന്നുവെങ്കിലും വസ്ത്രത്തിൽ പോലും മതപ്രീണനം നടത്തുന്ന രീതിയിലേക്ക് പാർട്ടി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയായി. പൊളിറ്റിക് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു. ചർച്ചയിൽ ഉയർന്ന ഭേദഗതികൾ കൂടി പരിഗണിച്ച് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരെയും പ്രതിനിധി വിമർശനം ഉയർത്തി. രണ്ടാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് വിമർശനം. പ്രായപരിധിയുടെ പേരിൽ മുൻനിര നേതാക്കൾ PBയിൽ നിന്നും ഒഴിയാൻ നിൽക്കുന്നു. പകരം നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുമില്ല. EMS ഉയർത്തിക്കൊണ്ടു വന്നവരാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയുമെന്നും അങ്ങനെ ഒരു ഉയർത്തൽ ഉണ്ടാവാത്തതുകൊണ്ട് സെക്രട്ടറിയുടെ അഭാവത്തിൽ കാരാട്ടിന് തന്നെ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടി വന്നുവെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. നേതൃതലത്തിൽ വനിതാ പ്രാതിനിധ്യം തീരെ കുറയുന്നതിലും വിമർശനം ഉയർന്നു. പാർട്ടിയുടെ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ള സംഘടനാ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. മഹിളാ സംഘടനകളുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായി കണക്കാക്കുന്നില്ല. സ്ത്രീകളുടെ പ്രവർത്തനം പാർട്ടി വില കുറച്ച് കാണുന്നു എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും വിഷയം ചർച്ചയായെങ്കിലും കാര്യമായ മാറ്റമില്ല എന്നിങ്ങനെയാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന മാധ്യമ ശ്രദ്ധ പാർട്ടി കോൺഗ്രസിന് ലഭിക്കുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. കേരളത്തിലെ മാധ്യമങ്ങളും വേണ്ടത്ര പ്രാധാന്യം നൽകാതായതോടെ തീർത്തും നിറമങ്ങിയ നിലയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. പാർട്ടി ദേശീയ തലത്തിൽ അപ്രസക്തമായതിന്റെ പ്രതിഫലനങ്ങളാണ് സമ്മേളനത്തിൽ നിഴലിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.